ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നും അറബിക്കടലിലേക്കുള്ള ആഡംബര ബോട്ട് യാത്രയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. മറൈൻ ഡ്രൈവിൽ നിന്നും കടൽ യാത്രയ്ക്ക് ഒരുപാട് ക്രൂയിസുകളുണ്ട്. ഞങ്ങൾ ഇന്ന് പോകുന്നത് മിനാർ ക്രൂയിസിലാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ 4 പാക്കേജുകളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ക്രൂയിസ്, ലഞ്ച് ക്രൂയിസ്, സൺസെറ്റ് ക്രൂയിസ്, ഡിന്നർ ക്രൂയിസ്. ഇതെല്ലാം 2 മണിക്കൂർ വരുന്ന പാക്കേജുകളാണ്. ഇതുകൂടാതെ 4 മണിക്കൂർ പാക്കേജും ഉണ്ട്. ഞങ്ങൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് ക്രൂയിസാണ്. രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് ഇതിൻ്റെ ടൈം. ടിക്കറ്റ് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 780 രൂപയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 400 രൂപയാണ് വരുന്നത്. അങ്ങനെ ക്രൂയിസിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് ആദ്യമായിട്ട് അവർ ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ബോട്ടിൻ്റെ മുകൾ വശം ഇതാണ്. ഇങ്ങനെയാണ് സീറ്റിംഗ് ഏരിയ. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ പാർട്ടീസൊക്കെ നടത്താനൊക്കെ കഴിയും. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ആളുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ബോട്ട് എടുക്കുള്ളൂ. അങ്ങനെ മറൈൻ ഡ്രൈവിൽ നിന്ന് ക്രൂയിസ് പതുക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സീറ്റൊക്കെ ഫില്ലാണ്. ഞങ്ങൾക്കിതൊരു പുതിയൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൻ്റെയും ബാക്കിയുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് വഴിയെ കാണാം. ബോട്ട് കുറച്ചു ദൂരം എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുട്ടികൾ നല്ല സന്തോഷത്തിലാണ്. അവരെല്ലാം നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. എല്ലാവരും, കുട്ടികൾ മാത്രമല്ല, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യാത്ര തന്നെയായിരുന്നു അത്. ബോട്ട് എടുക്കുമ്പോൾ തന്നെ ചെറിയ മ്യൂസിക്കൊക്കെ അവരിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആ കാണുന്നത് ഒരു വാട്ടർ മെട്രോ ആണ് കേട്ടോ. ബോട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള കാഴ്ചയാണിത്. അങ്ങനെ ദൂരത്തേക്ക് നോക്കുമ്പോൾ ഏതോ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്നത് പോലെയുണ്ട്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും നന്നായി ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇത് ബോട്ടിൽ ആദ്യമായി കയറുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അവർ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. So good morning, welcome to Minar Cruise in Kochi. Welcome to Kochi. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം Minar Cruiseലേക്ക്. So like somebody was from states other than Kerala, right? Tamil Nadu. So is English okay for you guys? Okay, so I'll be speaking in both English and Malayalam. Okay. So ഈ ഒരു വ്യൂ മിസ് ചെയ്യണ്ട. ക്രൂസിന്റെ സ്ട്രേറ്റ് ലെഫ്റ്റിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ്. ടുവേർഡ്സ് ദ സ്ട്രേറ്റ് ലെഫ്റ്റ് ഓഫ് ദ വെസൽ യു ഗൈസ് ആർ സ്പോട്ടിംഗ് ദ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ്. ഓക്കെ, നമ്മുടെ വൈപ്പിലും ഫോർട്ട് കൊച്ചിയിലൊക്കെയുള്ള ചീന വലകൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ ഡിസൈൻ അവർ ഡെവലപ്പ് ചെയ്ത പാലത്തിന്റെ മോഡലാണ് നിങ്ങൾ കാണുന്നത്. ദിസ് ബ്രിഡ്ജ് വാസ് ആക്ച്വലി ഡെവലപ്ഡ് ഫ്രം ദ ഡിസൈൻ ഓഫ് ദ ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫോർട്ട് കൊച്ചി ആൻഡ് വൈപ്പിൻ റീജിയൻസ്. ഓക്കെ, ഇനി എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററും അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഷോ ഹോസ്റ്റും പ്രോഗ്രാം കോർഡിനേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിസ്റ്റർ റനീഷ് മുതുകാട് ആയിരുന്നു. സോ ഐ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു യു ഗൈസ് ബൈ അവർ പ്രോഗ്രാം കോർഡിനേറ്റർ ഹു ഹാസ് ഓൾസോ വർക്ക്ഡ് ആസ് വൺ ഓഫ് ദ പോപ്പുലർ മലയാളം ടിവി ചാനൽ ഷോ ഹോസ്റ്റ് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ. ഓക്കെ, സോ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മിസ്റ്റർ റനീഷ് മുതുകാട്. നല്ലൊരു കൈയ്യടി നൽകാം അദ്ദേഹത്തിന്, മിസ്റ്റർ റനീഷ് മുതുകാട്. ഓക്കെ, ഇനി നമ്മുടെ യാത്രയുടെ ഭാഗമായി സുരക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. There are a couple of safety instructions for you guys. Okay,
ഒന്നാമത്തേത് ഒരു കാരണവശാലും കുട്ടികളെ എടുത്തുകൊണ്ട് റെയിലിങ്സിനോട് ചേർന്ന് നിൽക്കരുത്. വെള്ളത്തിലൂടെ നമ്മുടെ കുട്ടികളെ ഒരു കാരണവശാലും ഈ സ്റ്റേയേഴ്സിന്റെ അടുത്തേക്ക് തനിയെ വിടരുത്. അത്യാവശ്യം സ്ലോപ്പ് ആയിട്ടുള്ള സ്റ്റേയേഴ്സ് ആണ്. സോ പ്ലീസ് ഡു നോട്ട് ലീവ് യുവർ ചൈൽഡ് അൺഅറ്റൻഡഡ് നിയർ ദ സ്റ്റേയേഴ്സ്. ഇനി നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് കോർണറിൽ നേരെ നോക്കിയ വലിയൊരു കപ്പൽ കിടക്കുന്നുണ്ടോ, ഗ്രേ കളർ പെയിന്റ് അടിച്ചിട്ട്? അതാണ് ഇന്ത്യയുടെ യുദ്ധവിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യ. ടുവേർഡ്സ് ദ സ്ട്രൈറ്റ് ലെഫ്റ്റ് യു ഗൈസ് ആർ സ്പോട്ടിംഗ് INS വിക്രമാദിത്യ, ഇന്ത്യൻ എയർക്രാഫ്റ്റ് കാരിയർ. ഈ കാണുന്നത് ഒരു മണ്ണുമാന്തി കപ്പലാണ് കേട്ടോ. ദ യെല്ലോ കളർ ഷിപ്പ് ഇറ്റ്സ് ആക്ച്വലി എ ഡ്രഡ്ജിങ് ഷിപ്പ്. ഓക്കെ, ഇനി ക്രൂസിന്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കി ഒരുപാട് പൈപ്പ് ലൈൻസ് പോകുന്നുണ്ടോ? അതാണ് കൊച്ചിൻ ഓയിൽ റിഫൈനറിയിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻസ്. ഈ പോയിന്റിലേക്ക് ഡീസലും പെട്രോളും ഒക്കെ സെർവ് ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആണ്. ഈ പോയിന്റിൽ നിന്നാണ് വലിയ എണ്ണക്കപ്പലുകളിലേക്ക് ഡീസലും പെട്രോളും ഒക്കെ ലോഡിംഗ് നടക്കുന്നത്. Towards the right side, you guys are spotting the pipelines comes directly from the Cochin Oil Refinery, and it serves diesel and petrol to this point, and this is the point from where Lakshadweep Mumbai enter. നമ്മുടെ ലക്ഷദ്വീപിലേക്ക് മുംബൈയിലേക്കുള്ള ഷിപ്പിന്റെ സർവീസ് ആ ഒരു പോയിന്റിൽ. നേരെ നോക്കിയൊരു ഷീറ്റ് കണ്ടോ? നേരെ നോക്കിയ ലെഫ്റ്റില് നേരെ നോക്കിയൊരു ഷീറ്റ് കണ്ടോ? അതിന്റെ താഴെയായിട്ട് ഒരു ബോട്ട് കാണാം. കണ്ടോ? ഷീറ്റ് കാണുന്നില്ലേ? Have you guys spotted that sheet? Beneath that you guys can spot a boat. Okay, ഷീറ്റ് കാണുന്നില്ലേ? എന്ത് മഞ്ഞ കളർ ഷീറ്റ് അവിടെ കാണാനില്ലേ? അവിടെ നോക്കൂ, കാണുന്നില്ലേ? ഒരു മഞ്ഞ കളർ ഷീറ്റ്, നീല കളർ ഷീറ്റ്. എന്തായാലും ഷീറ്റ് കണ്ടില്ലേ? ഷീറ്റ് അല്ല പ്രശ്നം, അതിന്റെ അടിയത്തെ ബോട്ടാണ് നോക്കാൻ പറഞ്ഞത്. ഓക്കെ, ഷീറ്റ് പറഞ്ഞിട്ട് ഇതിന്റെ കുറ്റപ്പെടുത്ത് ഇട്ടുകൊണ്ടെല്ലാം മഞ്ഞായിട്ടാണ് കാണാം. ഓക്കെ, അതാണ് റോബർട്ട് ബ്രിസ്റ്റോ യൂസ് ചെയ്തിരുന്ന ബോട്ട്. അന്ന് അവര് നേരിട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കായലിന് ആഴം ഉണ്ടായിരുന്നില്ല. 6 വർഷത്തോളം തുടർച്ചയായിട്ട് ബ്രിട്ടീഷുകാർ ഈ കായലിലെ മണ്ണ് മാന്തി എടുത്തു. 2 വലിയ മണ്ണ് മാന്തി കപ്പല്, ലേഡി വില്ലിംഗ്ടൺ, ലോർഡ് വില്ലിംഗ്ടൺ എന്ന് പറയുന്ന 2 ഡ്രഡ്ജിങ് ഷിപ്പ് യൂസ് ചെയ്തിട്ട് മണ്ണ് മാന്തി എടുത്തിട്ടാണ് ഇവിടെ ആഴം വർദ്ധിപ്പിച്ചത്. At that time they also constructed an agreement stating the 40-year authority of that terminal belongs in the hands of Dubai Port World. ഇനി ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കി നിങ്ങൾ കാണുന്ന വൈറ്റ് കളർ ഷിപ്പ് കണ്ടോ? ബ്ലൂ സ്ട്രൈപ്സ് ഒക്കെ ആയിട്ട്, അതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ്. ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് യു ഗൈസ് ആർ സ്പോട്ടിംഗ് ദ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വെസൽ. ഓക്കെ, ദ വൈറ്റ് കളർ വെസൽ വിത്ത് ദ ബ്ലൂ സ്ട്രൈപ്സ് ഓൺ ഇറ്റ്. ഒരു തവണ 150 കോടിയുടെ മയക്കുമരുന്ന് നടുക്കടലിട്ട് പിടികൂടിയ ഗ്രൂപ്പാണ് കൊച്ചിൻ കോസ്റ്റ് ഗാർഡ്. അന്ന് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്ത ഷിപ്പാണ് ആ നമ്പർ 22. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞു തരുന്നത്. അതേപോലെ 2 സൈഡിലുള്ള നല്ല കാഴ്ചകളും എല്ലാം വിശദീകരിച്ച് തന്നെ അവർ തരുന്നുണ്ട്. നമ്മൾ ഏകദേശം കടലിന്റെ നടുവിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങിങ്ങായിട്ട് ചെറിയ ബോട്ടുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 2 സിംഗേഴ്സിന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഒന്നും ഇടാനായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ബോട്ടിന്റെ പുറകു വശമാണ്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളതൊന്ന് കാണാം. അങ്ങനെ താഴത്തെ ഫ്ലോറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഫുള്ള് AC ഹാളാണ്. ഇവിടെയാണ് DJ, മാജിക് ഷോ അങ്ങനെയെല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ കടലിൻ്റെ പല ഭാഗത്തായിട്ട് ഡോൾഫിനൊക്കെ ചാടുന്നത് കണ്ടപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് മാജിക് ഷോ തന്നെയായിരുന്നു. അപ്പോൾ അതിനുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മാജിക് ഷോ കാണാം. എന്താ പേര് മോളെ? മോള് ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ കുറച്ചുകൂടി പേപ്പർ ഉണ്ട്, മോള് പിടിച്ചോ. ആ പേപ്പർ എല്ലാവരും ഇങ്ങനെ കാണിച്ചോ. എത്ര പൈസ ഉണ്ടെങ്കിലും മോൾക്ക് എടുക്കാം. ജസ്റ്റ് എല്ലാവരും കാണിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കീറിക്കോ. കീറിക്കോ. ഒന്നുകൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് എല്ലാവരും കാണിച്ചോ. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ കീറിക്കോ. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി കുടിക്കോ. മാജിക് വിൽ ഹാപ്പൻ ഓൺലി ഇൻ ദ മെജീഷ്യൻസ് ഹാൻഡ്സ്. മെജീഷ്യൻസിന്റെ കയ്യിൽ മാത്രമേ മാജിക് സംഭവിക്കൂ. മോള് ചെയ്യുന്നത് എന്താ വെച്ചാല് നല്ലവണ്ണം ആലോചിച്ചിട്ട് അങ്ങളുടെ ഏതെങ്കിലും കയ്യിൽ ടച്ച് ചെയ്ത്, ഏതെങ്കിലും ഹാൻഡിൽ ടച്ച് ചെയ്ത്, അതൊരു ഫ്രീ ചോയ്സ് ആയിരുന്നു അല്ലേ? ആൾക്ക് വേണമെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുന്നു, ആൾ ടച്ച് ചെയ്ത് ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് മാജിക് സംഭവിച്ചത്. ഇത് എത്ര രൂപയെന്ന് പറയാൻ പറ്റും? ആർക്കെങ്കിലും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. എത്ര രൂപയും
100. Any other guess? 1000. Go ahead. 500. Okay. 1000. Literally 1000 in the world. Do I look that rich to give 1000? Any other guess? 500. Any other guess? 200. 10 രൂപ. ആകെ 10 രൂപ. ചേച്ചിക്ക് തന്നെ മനസ്സിലായി അവസ്ഥ മനസ്സിലായി. ഓക്കെ അപ്പൊ ആരെ 500 പറഞ്ഞത്? ഐ എം റിയലി സോറി ഓ. ഓക്കെ നാളെ ഇത്ര ചെറുപ്പത്തിൽ നിന്ന് പൈസ നിൽക്കാൻ പഠിച്ചാലേ ഒരു പ്രശ്നമുണ്ട്. നാളെ കൊണ്ട് ഭയങ്കര മടിയാവും. സ്കൂളിംഗ് ഒന്നും പോകില്ല. അപ്പൊ ഞാൻ ചെയ്യാൻ പോണത് എന്താ വെച്ചാല് തവണ മാജിക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഈ പേപ്പർ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമായ ഒരു നല്ലൊരു കാര്യം. Magic message for today. Don't be greedy for money. Study well, work hard, get a good job in future, and make money. Okay? പൈസയുടെ ആൾക്കാർ പാടില്ല. നമ്മളോട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് പൈസ ഉണ്ടാക്കാം കേട്ടോ. മനസ്സിലായോ? ഓക്കെ നടന്നു. അടുത്തത് ഡി ജെ ആയിരുന്നു. ഡി ജെ തുടങ്ങുന്നു എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. കാലിന് വല്ല പ്രയാസമുള്ളവർ ഒഴികെ ബാക്കി എല്ലാവരും എഴുന്നേൽക്കട്ടോ. എഴുന്നേറ്റോളൂ. എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ചിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. വേണ്ടേ? ഇതിന് വീട്ടിൽ പോയി തുള്ളാൻ പറ്റുമോ? മക്കള് വീഡിയോ എടുത്തിട്ട് അത് നാട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും കാണിക്കും. ഇത്ര വള്ളി സ്റ്റെപ്പാണ് ഉണ്ട് നോക്കി. അതൊന്ന് അല്ലാന്നുണ്ടെങ്കിൽ എയർ പിടിച്ചിരിക്കും. എന്നെ പിച്ചാലും ഞാൻ തുപ്പൂല, മാന്തി ഞാൻ കടിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, സോ അതൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ കൂടെ അടിച്ചു പൊളിച്ചിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ. സോ യു ഗൈസ് റെഡി? ഓ റെഡി പോരട്ടോ, സൗണ്ട് ഒന്നും പോരാ കിട്ടും. എങ്ങനെയാണെന്ന് ഞാൻ കളിക്കാൻ ഞാൻ ഇവിടെ വെച്ചിട്ട് പോവേ. സോ യു ഗൈസ് റെഡി?
മച്ചാനാണ് നമുക്ക് വേണ്ടിയിട്ട് DJ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷേ അതിലുള്ള മ്യൂസിക്കുകൾ എനിക്കൊന്നും വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. ഈ 2 മണിക്കൂർ പെട്ടെന്ന് തന്നെ പോയതുപോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. മിനാർ ക്രൂയിസ് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.